ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അതായത് കൊല്ലവർഷം 1200 ആണ്ട് കന്നിമാസം 11 തീയതി ദശമി, അതായത് കൃഷ്ണപക്ഷ ദശമിയും പൂയം നക്ഷത്രവും വരുന്ന വെള്ളിയാഴ്ച 27/9/2024, അതായത് 2024 സെപ്റ്റംബർ 27 തീയതിയിലെ 27 നക്ഷത്രക്കാരുടെയും, അതായത് 12 കൂറുകാരുടെയും രാശിഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാഹുകാലം പറയുന്നത് 10:30 മുതൽ 12 വരെ എന്നാണ്. എന്നാൽ ഇന്നത്തെ ഉദയം 6:17 AM അസ്തമയം 6:14 PM ആയതുകൊണ്ട് നമ്മൾ രാഹുകാലത്തിലും അല്പസ്വല്പം മാറ്റങ്ങൾ വരും. രാഹുകാലം 10:46 മുതൽ 12:16 വരെയാണ്. അതുപോലെ തന്നെ ഗുളികകാലം എന്ന് പറയുന്നത് 7:47 AM മുതൽ 9:16 AM വരെയാണ്. യമകണ്ഠകാലമാകട്ടെ 3:15 PM മുതൽ 4:45 PM വരെയാണ്. ധനുക്കൂറുകാർക്ക് ചന്ദ്രാഷ്ടമം ആണ്. ഇനി അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് 11:52 AM മുതൽ 12:40 PM വരെയാണ്. ഇനി ചന്ദ്രോദയം വാവടുക്കാറായതുകൊണ്ട് ദശമിയായി, അപ്പം പുലർച്ചെ 2:43 AM. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ്. ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനം കൂടി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രാശിഫലം എളുപ്പമായി നമുക്ക് മനസ്സിലാക്കാം. മീനം രാശിയിൽ സർപ്പവും കന്നിരാശിയിൽ കേതുവും നിൽക്കുന്നു. കന്നിരാശിയിൽ കേതുവിനോടൊപ്പം സൂര്യനും ബുധനും നിൽക്കുന്നു. ബുധൻ സ്വക്ഷേത്രത്തിൽ ഉച്ചസ്ഥനായാണ് നിൽക്കുന്നത്. ഇടവൻ രാശിയിലാണെങ്കിൽ ഗുരു നിൽക്കുന്നു. മിഥുനൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു, അതായത് കുജൻ നിൽക്കുന്നു. കർക്കിടകം രാശി രാശ്യാധിപനായ ചന്ദ്രൻ കർക്കിടകം രാശിയിൽ തന്നെ നിൽക്കുന്നു. ശുക്രൻ സ്വക്ഷേത്രമായ തുലാരാശിയിൽ ഗുളികനോട് യോഗം ചേർന്ന് നിൽക്കുന്നു. കുംഭം രാശിയിൽ ശനി നിൽക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ദിവസത്തെ രാശിചക്രത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി. ഇനി നമുക്ക് 12 കൂറുകാരുടെയും ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, എന്തൊക്കെ പ്രാർത്ഥനകൾ ചെയ്യണം. പൂയം നക്ഷത്രവും ദശമി തിഥിയുമാണല്ലോ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യം അതും 2.25 നക്ഷത്രം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ധനസ്ഥാനത്ത്, അതായത് 2ാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നതിനാൽ അല്പസ്വല്പം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. വല്ല ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ മുൻപ് കൊടുത്തു വച്ചിരുന്ന കടം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണം കടമായിട്ട് കൊടുത്തിരുന്നത് തിരിച്ചു കിട്ടുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാവാം. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ തങ്ങൾക്ക് അവധി വരുന്നത് പോലെ ആഘോഷിക്കുവാനുള്ള എന്തെങ്കിലും കലാമത്സരങ്ങളിൽ പങ്കെടുക്കാനും അതിൽ വിജയിക്കുവാനുമുള്ള ഒരു സന്തോഷം കിട്ടും. അപ്പോൾ ആ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും എല്ലാവർക്കും പറ്റില്ലെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് മത്സരങ്ങളിലെങ്കിലും എല്ലാവർക്കും പങ്കാളിയാകുവാൻ അവസരം ലഭിക്കുന്നതാണ്. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കാവുന്നതാണ്. കാർഷിക രംഗത്തുള്ളവർക്കും വെള്ളിയാഴ്ച ഒരു ശുഭഫലം തന്നെ നൽകുന്നതാണ്. ശനി കുംഭം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് 11ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ലാഭം, ഏത് കാര്യത്തിനിറങ്ങിയാലും ലാഭം പ്രതീക്ഷിക്കാം. ധനസ്ഥാനത്ത് വ്യാഴവും 11ാം ഭാവത്തിൽ ശനിയും സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. 6ാമിടത്താണ് സൂര്യൻ നിൽക്കുന്നത്, 7ൽ ശുക്രൻ നിൽക്കുന്നത്. പൊതുവെ നോക്കുമ്പോൾ മേടക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഇന്ന്.
ഇനി ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാതിയും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അനുകൂലമായ ഒരു കാര്യമാണ്. ഇവരുടെ ഏറ്റവും പ്രത്യേകത കണ്ടകശനി നടക്കുന്നു, 10ൽ ശനി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കർമ്മരംഗത്ത് അമിതമായ ഭാരം, ജോലി തീരാത്തത്ര ഒരവസ്ഥ, എത്ര ചെയ്താലും അംഗീകാരം കുറവും വരുന്നത് കൊണ്ട് മനസ്സിന് ഒരു വല്ലാത്ത ടെൻഷൻ വരാം. 5ലെ സൂര്യനും കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകൾ വരുത്താം. പോരാത്തതിന് 5ൽ നിൽക്കുന്ന കേതു അനാവശ്യമായ ടെൻഷനുകളും വരുത്തുന്നതാണ്. അതുകൊണ്ട് ടെൻഷനൊക്കെ ഒഴിവാക്കുന്നതിന് ഗണപതി ഭഗവാന് ഏത്തമിടുകയും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം രാശ്യാധിപനായ ശുക്രൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7ാം ഭാവാധിപതിയായ ചൊവ്വ നിൽക്കുന്നത് മിഥുനൻ രാശി ശത്രുപക്ഷത്തായതുകൊണ്ട് വെറുതെ വാക്തർക്കങ്ങളൊന്നും വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ജോലി കൂടുതലുണ്ടെങ്കിൽ അല്പസ്വല്പം ഒരു മടിയൊക്കെ ഉണ്ടെങ്കിലും ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. 29/3/2025 ആകുമ്പോഴേക്കും കണ്ടകശനിയൊക്കെ മാറും. ഇനി 2.5 വർഷത്തിന് ഇനി കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് സന്തോഷത്തോടുകൂടി ശനീശ്വരന് ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ശാസ്താവിനെ ശരണം വിളിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, എള്ള് തലയ്ക്കൊഴിഞ്ഞ് വെള്ളത്തിൽ കളയുകയൊക്കെ ചെയ്യുമ്പോൾ ആ കണ്ടകശനിയുടെ സമസ്ത ദോഷങ്ങൾ മാറുന്നതാണ്. അപ്പം രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഇനി മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ തീരത്തിൻ്റെ അവസാന 2 പാതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിക്കാരുടെ ഗുരു 12 നിൽക്കുന്നുണ്ട്. വരവിനേക്കാൾ ചെലവ് കൂടുതലായിരിക്കാം. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒന്ന് പിടിച്ച് ചെലവഴിക്കുന്നത് നല്ലതാണ്. അപ്രതീക്ഷിതമായി ആശുപത്രികളിൽ പോകേണ്ടി വരിക, വീട്ടിലുള്ളവർക്കല്ല ഇനി അയൽവക്കക്കാർക്ക് എന്തെങ്കിലും വന്നാൽ കൂടി നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാതെ വളരെ വേണ്ടപ്പെട്ടവരാകുമ്പോൾ നമുക്ക് പൈസ എടുത്ത് ചിലവഴിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വരാം. അപ്രതീക്ഷിതമായ ധനച്ചെലവ് ഇവർക്ക് വരും. അതുപോലെ തന്നെ 2ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് പൈസ വരാനുള്ള വഴിയുമുണ്ട്. പക്ഷേ പൈസ എവിടെ പോകുന്നു എന്നറിയാത്ത ഒരു കാര്യവും വരും. പൈസ വരും, പിന്നെ വാക്കുകൾക്ക് സ്ഥിരത ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പറഞ്ഞ വാക്കുകൾ നാളത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പറയുന്ന വാക്കുകൾ പാലിക്കാൻ പറ്റാതെ വരും. അതിലൊന്ന് പ്രത്യേകം ദുർഗാദേവിയെ മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കണം. അമ്മേ, കൊടുക്കുന്ന വാക്കുകളൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റണേ, വാക്ക് പാലിക്കാത്തവൾ എന്നുള്ളൊരു പേര് കേൾക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കണം. 4ാം ഭാവത്തിൽ രാശ്യാധിപൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം മൂകാംബിക ദേവിയുടെയും വാരാഹി ദേവിയുടെയും അനുഗ്രഹം നല്ലോണമുണ്ട്. അപ്പോൾ എന്ത് കഷ്ടതകൾ വരുമ്പോഴും വ്യാഴം 12ലാണെങ്കിലും 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ അനുകൂല ഭാവം തരും, 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും അനുകൂല ഭാവം തരും എന്നുള്ള വിശ്വാസത്താൽ രാത്രി സമയങ്ങളിൽ മൂകാംബിക ദേവിയെ പകൽ സമയത്തും രാത്രി സമയങ്ങളിൽ വാരാഹി ദേവിയെ പ്രാർത്ഥിച്ചും കുട്ടികൾക്ക് വരാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കഷ്ടതകൾ, അതായത് ചോദിക്കുമ്പോഴൊക്കെ ഇന്നില്ല മോളെ പിന്നെ തരാട്ടോ, എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട് കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാതെ രക്ഷിതാക്കൾ കഷ്ടപ്പെടുന്നതും, അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്ര ചോദിച്ചാലും അച്ഛൻ്റെ അമ്മയുടെയും പൈസ ഇല്ല എന്ന് പറയുന്നു, എനിക്ക് ഇനി ഇതൊന്നും സാധിക്കില്ല എന്നോർത്ത് കുട്ടികൾ വിഷമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം. അതൊക്കെ ഒഴിവാക്കുന്നതിന് വാരാഹി ദേവിയെ രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിക്കുക, മൂകാംബിക ദേവിയെ പകൽ സമയങ്ങളിലും പ്രാർത്ഥിക്കുക. 4ാമിടത്ത് വീട്ടിൽ പ്രശ്നങ്ങൾ, ഐക്യത കുറവുണ്ടാവാതിരിക്കാൻ ഗണപതി ഭഗവാന് ഏത്തമിടുന്നതും നന്നായിരിക്കും. ഇനി കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2.25 നക്ഷത്രം.
ഇവരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥൻ രാശിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണ്. സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ദുർഗാദേവി അല്ലെങ്കിൽ ചന്ദ്രമ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകും. 11-ൽ നിൽക്കുന്ന വ്യാഴം സർവാഭീഷ്ടങ്ങളും സാധിച്ചു തരും. അതുകൊണ്ട് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ അതായത് വെള്ളിയാഴ്ചയാണെന്ന് വിചാരിച്ച് വിഷ്ണു സഹസ്രനാമം ചെല്ലുകയും ലളിതാ സഹസ്രനാമം ചെല്ലുകയും ദേവീ മഹാത്മ്യത്തിലെ വരികളിലൂടെ കടന്നു പോകുന്നതും നല്ലതാണ്. ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹീം തന്നോ ലക്ഷ്മി പ്രചോദയാന്നോ സർവമംഗളമാംഗല്യേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അനുഭവ ഫലങ്ങൾ കൂട്ടുക. കാരണം ഇവർക്ക് അഷ്ടമത്തിൽ ശനിയാണ്. അഷ്ടമത്തിൽ ശനി തൊട്ടതെല്ലാം കഷ്ടത്തിൽ എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ച് ഒരു അനുകൂല ഭാവത്തിൽ വരുമ്പോൾ ആരെങ്കിലും ഇടയിൽ ഒരു പാര വെച്ചിട്ട് ചിലപ്പോൾ മനസ്സറിയാതെ വിഷമിക്കേണ്ടതായി വരും. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതും പ്രത്യേകിച്ചും കൃഷ്ണപക്ഷമായതുകൊണ്ട് ചന്ദ്രൻ്റെ ബലക്കുറവായതുകൊണ്ട് പല വിധത്തിലുള്ള മാനസികമായ ഒരു പ്രത്യേക അവസ്ഥയും വന്നു ചേരുന്നതുകൊണ്ട് തീർച്ചയായും ദേവി മഹാത്മ്യത്തിലെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നുള്ള വരികൾ ചൊല്ലുന്നത് കൂടുതൽ കൂടുതൽ ആശ്വാസമായിരിക്കും. ഇനി നമുക്ക് ചിങ്ങക്കൂറ് എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഇവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അവരുടെ രാശിനാഥനായ സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു, കേതു 2-ാം ഭാവത്തിൽ നിൽക്കുന്നു, ബുധനും 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. കേതുവും സൂര്യനും 2-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ധനച്ചിലവ് എല്ലായിടത്തും ഒരു വാക്ക് വ്യത്യാസം വരിക, പറഞ്ഞത് മറ്റർത്ഥത്തിൽ കണ്ടെത്തുക, പൈസ സാമ്പത്തിക നഷ്ടം ഇവയൊക്കെ വരാമെങ്കിലും മൂകാംബിക ദേവിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് അമ്മയെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് സംസാരത്തിലൂടെ കാര്യങ്ങളെ ഒന്ന് തിരിച്ച് നമ്മൾ പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വാക് സാമർഥ്യം ഇവർക്കുണ്ടാവും. മാത്രവുമല്ല 3-ലെ ശുക്രൻ സഹോദരങ്ങളും സുഹൃത്തുക്കളുമൊക്കെ സഹായത്തിന് എത്തുകയും ചെയ്യും. 4-ാം ഭാവാധിപനായ ചൊവ്വ 12 നിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവി 12-ലല്ല 10-ൽ നിൽക്കുന്നു, 11-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും. പിന്നെ 8-ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പത്തിൻ്റെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴുമുണ്ട്. 7-ലെ ശനി കണ്ടക ശനിയാണ്. ഇണയ്ക്കും തുണയ്ക്കുമൊക്കെ കഷ്ടതകൾ വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ശനീശ്വരന് ശാസ്താവിന് നെയ്വിളക്ക് കത്തിക്കുക, നീരാഞ്ജനം തെളിക്കുക, അയ്യപ്പസ്വാമിയുടെ കീർത്തനങ്ങൾ ചൊല്ലുക, അയ്യപ്പസ്വാമിയെ സ്തുതിക്കുക, കഴിയുമെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, വെറ്റിലമാല കെട്ടുകയൊക്കെ കൂടുതൽ ആ ശനിയുടെ ദോഷങ്ങൾ തനിക്ക് മാത്രമെന്നല്ല ഇണയ്ക്കും വരാതിരിക്കാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും സഹായകമാകും. ഇനി കന്നിരാശി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യപാദിയും വരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ രാശിയിൽ തന്നെ നിൽക്കുന്നു, രാശിയിൽ തന്നെ കേതു നിൽക്കുന്നു, രാശിയിൽ തന്നെ ബുധൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു. അപ്പം രാശിയിൽ തന്നെ സൂര്യനും ബുധനുമൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല നൈപുണ്യം, എന്ത് സംസാരിക്കാനും എന്ത് കാര്യങ്ങൾ ചെയ്യാനും നൈപുണ്യമുണ്ടാവും. എന്നാൽ പൂർവികമായ ദോഷങ്ങളുടെ ഒരു അംശഭാഗം എപ്പോഴും ഇങ്ങനെ ഒരു തലവേദന പോലെ വന്നുകൊണ്ടിരിക്കും. 2-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതും ഒരു നല്ല കാര്യം തന്നെയാണ്. 6-ാം ഭാവത്തിലെ ശനിയും 7-ാം ഭാവത്തിലെ സർപ്പത്തിൻ്റെ സാന്നിധ്യവുമെല്ലാം അതുപോലെ തന്നെ 9-ലെ വ്യാഴവുമെല്ലാം ഇവർക്ക് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. എപ്പോഴും മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുക. രാത്രി സമയങ്ങളിൽ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്നതിന് സഹായകമാകും. ഇനി തുലാം രാശി എന്ന് പറയുമ്പോൾ തുലാം രാശി എന്ന് പറയുന്നത് ചിത്രയുടെ അവസാന പാതിയും അതുപോലെ തന്നെ ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളും വരുന്ന ഇവർക്ക്
കഴിയുന്നതും വ്യാഴത്തിൻ്റെ അനുഗ്രഹം അല്പസ്വല്പം ഉണ്ടായിരിക്കും. വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നത് രാശിയിൽ തന്നെ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം. അപ്പോൾ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ചെല്ലുന്നത് മൂലം കുടുംബത്തിൽ ഐക്യം, ആരോഗ്യക്കുറവൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി, രോഗാവസ്ഥയൊക്കെ മാറി, കാര്യങ്ങൾക്ക് നല്ല തെളിച്ചം വരികയും ഒരു വിധം കുടുംബ സമാധാനം നിലനിർത്തുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പവും അപ്രതീക്ഷിത ലോട്ടറി, ധനഭാഗ്യമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും അവരുടെ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മാർഗസ്ഥാനത്ത് നിൽക്കുന്ന ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അമ്മ എല്ലാ സ്ഥാനത്തും എപ്പോഴും ഇവർക്ക് അനുഗ്രഹം നൽകുന്നതാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. രാശിയാധിപനായ ശുക്രനോടൊപ്പം തന്നെ മേടൻ രാശിയുടെ അധിപനായ ആണ്ടവനെ കൂടി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഇനി വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രം. ഈ 2.25 നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം 4ാമിടത്തെ കണ്ടകശനി നിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു ഭാഗമൊന്ന് ഇത് ഇളകിപ്പോകാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഴ്ചകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. എന്തെങ്കിലും വീണുടയാനോ ചെറിയ മതിലൊന്ന് പൊട്ടുവാനോ വീട്ടിലെന്തെങ്കിലും അധിക ചിലവുകൾ വീട് പണിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും വീടിൻ്റെ റെനോവേഷനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരികയും ചിലപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് ആശുപത്രിവാസവും വന്നു ചേരാം. അതായത് കുടുംബത്തിലെ സമാധാനം അല്പം കുറഞ്ഞു പോകുന്നതുകൊണ്ട് രാശ്യാധിപനായ ഭദ്രകാളി അമ്മയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുക, ചെറ്റിപ്പൂമാല സമർപ്പിക്കുക, ചെന്താമരപ്പൂ സമർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി കിട്ടും. രക്തപുഷ്പാഞ്ജലിയൊക്കെ വഴിപാട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. മാത്രവുമല്ല മാർഗസ്ഥാനത്ത് ഗുരു നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഇനി ധനുക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിൽ പോലും രാശിനാഥനായ വ്യാഴം 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4ാമിടത്ത് സർപ്പം നിൽക്കുന്നു, അതുപോലെ 10ൽ കേതു നിൽക്കുന്നു എങ്കിൽ പോലും 10ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും കാര്യങ്ങൾക്കൊക്കെ കുറേ കാലമായി മാനസികവുമോ ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ, ധനപരവുമായൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും ഒരു അവഗണനയൊക്കെ അനുഭവിച്ചിരുന്ന ധനുരാശിക്കാർക്ക് ഒരു സുവർണകാലം ആണ്, അല്ലെങ്കിൽ ഒരു നല്ല ദിവസമായിട്ടാണ് ഈ വെള്ളിയാഴ്ച അനുഭവപ്പെടുക. കാരണം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം 11ാം ഭാവത്തിൽ ലക്ഷ്മി കടാക്ഷമുള്ളത് കൊണ്ട് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സൗഭാഗ്യം ഇവരെ തേടി വരുന്നതായിരിക്കും. അതുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, കനകധാരാ സ്തോത്രം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഇനി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യപാദിയും വരുന്ന 2.25 നക്ഷത്രക്കാരായ മകരം രാശിക്കാർക്ക് വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ അനുഗ്രഹം ചെയ്യും. 6ലെ ചൊവ്വയും പ്രശ്നങ്ങളൊന്നുമില്ല. 7ാം ഭാവത്തിൽ ചന്ദ്രൻ മാർഗസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ തീരുമാനങ്ങളുണ്ടാകും. പിന്നെ പൊതുവേ പറഞ്ഞാൽ മകരം രാശിക്കാർക്ക് അല്പസ്വല്പം അലസത വരും. കാരണം 2ലെ ശനി കുറച്ച് ക്ഷീണം, അലസത, അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ പൈസ വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ് എങ്ങനെയാണ് ചിലവഴിക്കേണ്ടതെന്നറിയാതെ കുറച്ച് കടം കൊടുക്കും, കുറച്ച് എടുത്തു വയ്ക്കും, കുറച്ച് അധിക സാധനങ്ങൾ വാങ്ങിക്കും, അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി പണം ചിലവഴിക്കണം. നഷ്ടങ്ങളൊന്നും വരുത്താതെ ശ്രദ്ധിക്കുക. കാരണം ധനം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവുന്നതിനായി പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും.
അതുകൊണ്ട് മകരൻ രാശിക്കാർ അവരുടെ രാശിനാഥനായ ശനീശ്വരനെ, ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും അവർക്ക് നേടിക്കൊടുക്കും. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദവും. ഇവരെ സംബന്ധിച്ചിടത്തോളം കുംഭൻ രാശിക്കാരായതുകൊണ്ട് ശനി ജന്മത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ജന്മശനിയുടെ കഷ്ടതകൾ ഇവർ കുറേശ്ശെ അനുഭവിക്കുന്നുണ്ട്. 4ാമിടത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ആ ശനിയുടെ കാഠിന്യം അത്രത്തോളം ഇവർ അറിയുന്നില്ല. 5ൽ ചൊവ്വയുണ്ട്, 6ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. മാതൃതുല്യർക്കോ മാതാവിനോ അല്പസ്വല്പ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ 7ാം ഭാവാധിപന് 8ൽ നിൽക്കുന്നതുകൊണ്ട് സൂര്യൻ്റെ അനുഗ്രഹമൊക്കെ ഇവർക്കുണ്ട്. ബുധനും അനുഗ്രഹ സ്ഥാനത്താണ്. 9ൽ മഹാലക്ഷ്മി നിൽക്കുന്നുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും. അപ്പോൾ രാശിനാഥനായ ശനീശ്വരന്, ശാസ്താവിന് നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, ശരണം വിളിക്കുന്നതും ഗണപതിക്ക് ഏത്തമിടുന്നതും എല്ലാ തടസ്സങ്ങളും മാറ്റിക്കിട്ടും. അവസാനമായി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥനായ വ്യാഴം 3ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് 3ാം വ്യാഴം മുറവിളി കൂട്ടുമെന്ന് പറഞ്ഞതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അനുകൂലം എന്ന് തോന്നിയ കാര്യങ്ങൾ, ഒരു അനുകൂലമായൊരു സ്ഥലമാറ്റം കിട്ടും, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ ജോലിയിലേക്ക് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഓർഡർ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അറിയുന്നത് അയ്യോ അത് നമുക്കല്ലല്ലോ എന്നറിയുന്നത്. പെട്ടെന്ന് നമ്മൾക്ക് ഒരു വിപരീതമായ ഒരു ഫലം കേൾക്കാൻ ഇടവരും. അപ്പോൾ മാനസികമായി വളരെ ബുദ്ധിമുട്ടുകൾ വരാവുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും മഹാത്രിപുരസുന്ദരിയായ മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. 7ൽ കേതുകൊണ്ട്. അപ്പോൾ തടസ്സം മാറ്റുന്നതിനായി എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഒരു 18 പ്രാവശ്യമെങ്കിലും ഏത്തമിടുകയും മൂകാംബിക ദേവിയെ എപ്പോഴും മനസ്സിൽ ഊണിലും ഉറക്കത്തിലൊക്കെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക, ചന്ദ്രമായെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പൂയം നക്ഷത്രമായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ കൃഷ്ണവർഷ ദശമി നാൾ 27/9/2024 എല്ലാവർക്കും ഒരു നല്ല ശുഭദിനമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാം മംഗളമായി ഭവിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.